1853 ഉള്ളൂർക്കോട്ട് വീട്ടിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും നങ്ങമ്മ പിള്ളയുടെയും മകനായി ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. പേട്ടയിൽ രാമൻ പിള്ള ആശാനായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് പറയുന്നത്. രാമൻ പിള്ളയാശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ തന്നെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട്ട് അയ്യ സ്വാമികളായിരുന്നു. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേരു നൽകിയത് എട്ടര യോഗമാണ്. തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ സർവ വിദ്യാധിരാജ എന്ന പേരിലും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നു. കാഷായം ധരിച്ച സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. കാവ്യയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട്ട് അയ്യയാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ചട്ടമ്പി സ്വാമി എന്നാണ്. ക്രിസ്തുമതം നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി എന്ന് പറയുന്നത്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയും പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതി കൂടിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. ചട്ടമ്പി സമാധിയായത് 1924 മെയ് 5 ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചനമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിവസമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 അദ്ദേഹം മരിച്ചത് 1924 അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതപരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്ത സരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, ഭരമഭട്ടാര ദർശനം, ബ്രഹ്മത്വം, നിർഭസം എന്നിവയാണ്.